നമസ്കാരം. ആഗോള രാഷ്ട്രീയത്തിന്റെ നിയന്ത്രണം കൊണ്ട് ലോകത്തെ വിറപ്പിച്ചിരുന്ന ഒരു സൂപ്പർ പവർ ഇന്ന് സ്വന്തം സഖ്യകക്ഷികളാൽ വഞ്ചിക്കപ്പെട്ടു. ശത്രുക്കളാൽ പരസ്യമായി വെല്ലുവിളിക്കപ്പെട്ടും നിൽക്കുകയാണ്. മറ്റാരുമല്ല, അമേരിക്ക തന്നെ. പശ്ചിമേഷ്യയുടെ മണ്ണിൽ അമേരിക്ക ഇന്ന് നേരിടുന്ന നയതന്ത്ര അപമാനം ചരിത്രത്തിൽ ഇതിന് സമാനതകളില്ല. ഒരു കാലത്ത് അമേരിക്കയിൽ നിന്നും പുറപ്പെടുന്ന ഒരു ഫോൺ കോൾ കൊണ്ട് പോലും ലോകത്തെ ഏത് യുദ്ധവും അവസാനിപ്പിക്കാനും തുടങ്ങാനും തനിക്ക് കഴിയും, അല്ലെങ്കിൽ തങ്ങൾക്ക് കഴിയും എന്നതായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വീരവാദം. എന്നാൽ ഇന്ന് സ്വന്തം ആയുധവും പണവും വാങ്ങി യുദ്ധം ചെയ്യുന്ന ഇസ്രയേല് പോലും ഒരു രാജ്യം അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളെ പരസ്യമായി എന്ത് ചെയ്തു? തള്ളിക്കളയുന്നു. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അക്കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. നെതന്യാഹുവിനെ കേവലം ഒരു യുദ്ധകാല പ്രധാനമന്ത്രി എന്ന് മാത്രം വിശേഷിപ്പിച്ച ട്രംപ് വരാനിരിക്കുന്ന ഇസ്രയേൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് അതിശയകരമായ ഒരു കരിയർ ഉണ്ടായിരുന്നു എന്നും ഇനി തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് തനിക്ക് ഉറപ്പില്ല എന്നൊക്കെ ആയിരുന്നു ട്രംപിന്റെ വാക്കുകൾ. എന്തായാലും നെതന്യാഹുവിന്റെ രാഷ്ട്രീയ അന്ത്യം അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് ട്രംപിന്റെ ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളായി എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന മാധ്യമ റിപ്പോർട്ടുകൾ മാത്രം നമുക്ക് പരിശോധിച്ചാൽ അക്കാര്യം നമുക്ക് മതിയാവും. അതായത് അത് മനസ്സിലാക്കാൻ മതിയാവും. അമേരിക്കയുടെ അനുമതിയില്ലാതെ ഇറാനെതിരെ ഇസ്രയേൽ പ്രതിരോധ സേന തിരിച്ചടി നടത്തിയതിന് പിന്നാലെ നെതന്യാഹുവിനെ ട്രംപ് എന്ത് ചെയ്തു? കടുത്ത ഭാഷയിലാണ് ശാസിച്ചത്. ആക്സിസ് വോസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് തെറി നിറഞ്ഞതായിരുന്നു ട്രംപിന്റെ ഫോൺ കോൾ എന്നാണ്. പച്ചയ്ക്ക് തെറി വിളിച്ചു. അതായത് നെതന്യാഹുവിനെ പച്ചയ്ക്ക് തെറി വിളിച്ചു. നെതന്യാഹുവിന് ഭ്രാന്താണെന്നും ലോകം മുഴുവൻ ഇപ്പോൾ ഇസ്രയേൽ വെറുക്കുകയാണ് എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. ബീബി, നീ സൂക്ഷിച്ചോ, അല്ലെങ്കിൽ ഉടൻ തന്നെ നീ തനിച്ചാകും എന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. അപ്പോ ഞായറാഴ്ച നൽകിയ മറ്റൊരു അഭിമുഖത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ്, അല്ലാതെ ഇസ്രായേൽ പ്രധാനമന്ത്രിയല്ല എന്ന് ട്രംപ് പരസ്യമായി പറയേണ്ടി വന്നു. അതായത് നെതന്യാഹുവിനെ പരസ്യമായി അങ്ങ് തള്ളിക്കളയുകയും ചെയ്തു. താനാണ് ബോസ് എന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് പാടുപെടുകയാണിപ്പോ. എന്തായാലും അമേരിക്കയുടെ ആജ്ഞകളെ ഇസ്രായേൽ എത്രത്തോളം പുച്ഛിച്ചു തള്ളുന്നു എന്നതിന്റെ നഗ്നമായ യാഥാർത്ഥ്യം കൂടിയാണ് ഇതിലൂടെ പുറത്തു വന്നത്. അതായത് പോയി പണി നോക്കാൻ ട്രംപിനോട് പറഞ്ഞപ്പോ ശരിക്കും ട്രംപിനിട്ട് നെഞ്ചത്ത് തന്നെയാണ് നെതന്യാഹു കുത്തിയത്. അന്നേരമാണ് ട്രംപ് എന്ത് ചെയ്തു? സ്വാഭാവികമായും കാലുവാരൻ നടത്തിയത്. പശ്ചിമേഷ്യയിലെ കൂടുതൽ വലിയൊരു യുദ്ധത്തിൽ, അതായത് പശ്ചിമേഷ്യ ഇപ്പോൾ കൂടുതൽ വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അത്തരത്തിൽ കാര്യങ്ങൾ കടന്നു പോകാൻ ട്രംപ് ആഗ്രഹിക്കാതിരിക്കുന്നത് കൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. പക്ഷെ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു തയ്യാറല്ല. സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായി യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണ് ആര് ചെയ്യുന്നത്? നെതന്യാഹു ചെയ്യുന്നത്. അപ്പൊ അമേരിക്കയിൽ കടുത്ത ജനവിരുദ്ധതയ്ക്ക് കാരണമായ പശ്ചിമേഷ്യ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം എന്നാണ് ട്രംപിന്റെ പക്ഷം. നെതന്യാഹു ട്രംപിനെ പൂർണ്ണമായും നാണം കെടുത്തുകയും വഞ്ചിക്കുകയുമാണ് ചെയ്യുന്നത്. ലെബനിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും 3600-ലധികം ആളുകളെയാണ് ഇസ്രയേൽ സൈന്യം കൊന്നു തള്ളിയത്. ഇറാന്റെ പ്രധാന പെട്രോ കെമിക്കൽ സമുച്ചയങ്ങൾ ആക്രമിച്ചുകൊണ്ട് തന്നെയാണ് നെതന്യാഹു അമേരിക്കയുടെ നയതന്ത്ര ശ്രമങ്ങളെ പൂർണ്ണമായും തകിടം മറിച്ചു കളഞ്ഞത്. സ്വന്തം സഖ്യകക്ഷികളുടെ മേൽ പോലും അമേരിക്കയ്ക്ക് ഒരു നിയന്ത്രണവുമില്ല എന്ന് ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞു. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് പോലും നെതന്യാഹുവിനെ നിയന്ത്രിക്കാൻ കഴിയാത്തതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ സാമ്പത്തിക കാരണമുണ്ട്. ലോകത്തിന് അമേരിക്കയിൽ നിന്നും ഏറ്റവും കൂടുതൽ സാമ്പത്തിക സൈനിക സഹായം കൈപ്പറ്റുന്ന രാജ്യം ഇസ്രയേലാണ്. പ്രതിവർഷം നൽകുന്ന $3.8 ബില്യൺ പുറമെ കോടിക്കണക്കിന് ഡോളറാണ് അമേരിക്കൻ കോൺഗ്രസ് ഇസ്രയേലിന് നൽകുന്നത്. ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും അധികാരമേറ്റ ഉടൻ തന്നെ $8 ബില്യൺ പ്രത്യേക പാക്കേജും ഈ ജനുവരിയിൽ $6.5 ബില്യൺ അത്യാധുനിക ആയുധ സഹായവും പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്കയുടെ ഈ പണവും ആയുധവും ഇല്ലാതെ ഇസ്രായേലിന് ഒരു ദിവസം പോലും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് തന്നെയാണ് വാസ്തവം. എന്തായാലും അമേരിക്കൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് സിറ്റി കമ്മിറ്റി പോലും ശക്തമായ ഇസ്രായേലിന് അനുകൂല ലോബികൾ അമേരിക്കൻ ജനപ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടുകളിലേക്ക് നേരിട്ടാണ് പണമൊഴുക്കുന്നത്. അമേരിക്കൻ മാധ്യമങ്ങളിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലുമുള്ള നെതന്യാഹുവിന്റെ സ്വാധീനം കാരണം സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങളെക്കാൾ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ അമേരിക്കൻ ഭരണകൂടം നിർബന്ധിതരാകുകയാണ്. അമേരിക്കയുടെ യഥാർത്ഥ ഭരണാധികാരികൾ ആരാണ് എന്ന ചോദ്യമാണ് ഇന്ന് ഉയർത്തുന്നത്. ഈ തകർച്ചയ്ക്ക് ഇസ്രായേലിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. കാരണം ഈ കെണി അമേരിക്കൻ ഭരണാധികാരികൾ സ്വയം ഒരുക്കിയതാണ്.
അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കൻ എംബസി ഇസ്രയേലിൽ നിന്നും ജെറുസലമിലേക്ക് മാറ്റിയതും വെസ്റ്റ് ബാങ്കിലെ നിയമവിരുദ്ധമായ ഇസ്രയേലി കുടിയേറ്റക്കാർക്ക് അനുമതി നൽകിയതും വഴി അറബ് ലോകത്തെ ജനങ്ങൾ അമേരിക്ക പൂർണ്ണമായും ശത്രുക്കളാക്കി മാറ്റി. ഗാസയിലെയും ലെബനിലെയും 10,000-കണക്കിന് നിരപരാധികളുടെ മരണത്തിന് ഇടയാക്കിയ യുദ്ധത്തിൽ അന്താരാഷ്ട്ര കോടതി നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടും ട്രംപ് ഇസ്രയേലിനെ അന്ധമായി പിന്തുണച്ചു. അപ്പൊ അമേരിക്കയുടെ ഈ പശ്ചിമേഷ്യൻ ചതുപ്പ് നിലത്തിൽ വീഴ്ച ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് റഷ്യയും ചൈനയുമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കാരണം ഇൻഡോ പസഫിക് മേഖലയിൽ നിന്നും തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങളും സൈന്യത്തെയും അമേരിക്കൻ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റേണ്ടി വന്നു. തായ്വാൻ ഉൾപ്പെടെയുള്ള മേഖലകൾ ചൈനയെ തടയാൻ അമേരിക്ക ഒരുക്കി വച്ചിരുന്ന സൈനിക ശേഷിയാണ് ഇതിലൂടെ ദുർബലമായി മാറിയത്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക സുരക്ഷാ ബന്ധങ്ങൾ ദൃഢമാക്കാൻ റഷ്യയും ചൈനയും ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്തായാലും അമേരിക്കൻ സൈനിക താവളങ്ങൾ തങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിന് പകരം എന്തു ചെയ്തു ബാധ്യതയായി മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോ അമേരിക്കൻ സൈനിക താവളങ്ങൾ തങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിന് പകരം ഒരു ബാധ്യതയായി മാറുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നതും അതായത് പശ്ചിമേഷ്യയിലെ പ്രമുഖ ഗവേഷണ ഗ്രൂപ്പായ അറബ് ബാരോമീറ്റർ അടുത്തിടെ നടത്തിയ ഒരു സർവേ അനുസരിച്ചാകട്ടെ പശ്ചിമേഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും അമേരിക്ക നയിക്കുന്ന ഒരു ആഗോള ക്രമത്തിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അമേരിക്കയെ വീണ്ടും ശക്തമാക്കുക എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിൽ വന്ന ഡൊണാൾഡ് ട്രംപ് സ്വന്തം സഖ്യകക്ഷികളുടെ മേൽ നിയന്ത്രണമില്ലാതെ കൊണ്ട് ഇരട്ടത്താപ്പ് നയങ്ങൾ കൊണ്ടും അമേരിക്കയെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് എത്തിച്ചിരിക്കുന്നത്. ഇനി എന്താവാം പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.